ശ്രീ സീതാരാമേന്ദ്രാഭ്യാം നമോ നമ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേതായ ശ്രീരാമചന്ദ്രായ നമ. ഓം ശ്രീരാമശരണം സമസ്തജഗതാം രാമം വിനാ കാ ഗതി രാമേണ പ്രതിഹന്യതേ കലിമലം രാമായ കാര്യം നമ. രാമാത്രാസ്തി കാലഭീമഭുജഗോ രാമസ്യ സർവം വശേ രാമേ ഭക്തിരഖണ്ഡിതാ ഭവതു മേ രാമ ത്വമേവാശ്രയാം. ധർമാർത്ഥകാമമോക്ഷങ്ങളെ നേടുവാൻ രാമായണ കാവ്യം ചൊല്ലുന്നു ഞാനിഹ. ശ്രീരാമ സീതാ ഹനുമൽ സ്മൃതി വരാൻ ഭക്തനായി കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ. ഇത് ഞാൻ എഴുതിയതായിട്ടുള്ള ശ്ലോകമാണ്. ശ്രീ ഗുരുവായൂരപ്പ. ഇപ്പം നമ്മൾ 7ാമത്തെ ഭാഗം പറയണു. വാൽമീകി രാമായണം കഥ മുഴുവൻ പറയുക എന്ന രീതിയിലാണ്. യാഗത്തെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. അശ്വമേധ യാഗമായിട്ടാണ് ചെയ്യുന്നത്. പുത്രകാമേഷ്ടി ആദ്യം വരുന്നുണ്ടാവും. അപ്പം അങ്ങനെ വസന്ത ഋതു വന്നു എന്ന് പറയുകയാണ്. ആ സമയത്ത് ഒരു കൊല്ലം ദീക്ഷയെടുത്തു ഈ മഹാരാജാവായിട്ട് ദശരഥനും കൗസല്യയും സുമിത്രയും കൈകേയിയും. അങ്ങനെ ഒരു കൊല്ലം പൂർണ്ണമായി. മേധാശ്വം, അത് അശ്വമേധയാഗം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ദീക്ഷ തുടങ്ങിയിട്ട് ഈ യാഗത്തെ അറിയിക്കുക. അതേപോലെ ഈ യാഗാശ്വത്തെ ആരാണോ തടയുന്നത് അവരെ ജയിക്കുക. എന്നിട്ട് അവരെ ഒന്നുകിൽ സാമന്ത രാജാക്കന്മാരാക്കുക, അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുക. അങ്ങനെ സർവം രാജാവിനെ, ഈ ചക്രവർത്തിയെ അംഗീകരിക്കണം എല്ലാവരും. ആ രീതിയിലാക്കി തീർക്കണം. അതെല്ലാം കഴിഞ്ഞ് ഈ യാഗാശ്വ 400 ഭടന്മാരും അവരെല്ലാവരും തിരിച്ചു വന്നു. അങ്ങനെ സരയൂ നദിയുടെ തീരത്തെത്തി. യജ്ഞകർമ്മം വേണ്ട രീതിയിൽ ആരംഭിച്ചു. ഋഷ്യശൃംഗൻ യാഗത്തിൻ്റെ പ്രധാന ചുമതലക്കാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ എല്ലാ മഹാബ്രാഹ്മണന്മാരും ഋഷിമാരും രാജാവിൻ്റെ അശ്വമേധത്തിനുള്ള കർമ്മങ്ങളെ ചെയ്യാൻ തുടങ്ങി. വേദപാരകരായിട്ടുള്ള യാചകർ ശാസ്ത്രം, നിയമം ഇതൊക്കെ നന്നായിട്ട് തന്നെ അനുഷ്ഠിച്ചു. കർമാനുഷ്ഠാനത്തിന് അത് വളരെ വർണ്ണാശ്രമ ധർമ്മങ്ങളെ നന്നായിട്ട് പാലിച്ചു എന്ന് സാരം. അതിൻ്റെ യാഗവിധിക്കനുസരിച്ചുള്ള കർമ്മങ്ങൾ ഓരോരുത്തരും ചെയ്യാൻ തുടങ്ങി. ശാസ്ത്രമനുസരിച്ച് പ്രവർഗ്യം, ഉപസദം ഇതെല്ലാം കഴിഞ്ഞ് ഈ ശാസ്ത്രം പറഞ്ഞതായിട്ടുള്ള മറ്റ് ചില കർമ്മങ്ങളുണ്ട്. അതെല്ലാം ബ്രാഹ്മണർ ചെയ്തു. പിന്നെ പൂജകൾക്ക് ശേഷം സന്തുഷ്ടരായിട്ടുള്ള ഈ മുനികൾ പ്രാതസവനം തുടങ്ങി. അങ്ങനെയുള്ള ചില കർമ്മങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ യാഗത്തിൻ്റെ വിധികളാണ്. മുഴുവനൊന്നും നമുക്ക് പറയാൻ അറിയില്ല. അതിലെഴുതിയത് പറയുക അത്രേ പറ്റൂ. പിന്നെ ഐന്ദ്രം എന്ന ദാനാദി കർമ്മങ്ങൾ അത് വിധിയാവണ്ണം ചെയ്തു. പിന്നെ അതിൽ പറഞ്ഞിരിക്കണം, സോമലത ഇടിച്ച് പിഴിഞ്ഞ് ഇന്ദ്രനായിട്ട് സമർപ്പിക്കുക. സോമരാജാനം ദൃഷതി നിധായ ദൃഷദ്ഭിഹി അഭിഹന്യാത് എന്ന് കൽപ്പസൂത്രം എന്ന് വ്യാഖ്യാതാവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോമരാജനെ ഒരു കല്ലിൽ വെച്ച് മറ്റൊരു കല്ലുകൊണ്ട് സോമലത ഇടിച്ച് പിഴിഞ്ഞ് അങ്ങനെ അത് കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ മാധ്യന്തിന കർമ്മം ആചരിച്ചു. അതിനുശേഷം ഈ ബ്രാഹ്മണന്മാർ രാജാവിൻ്റെ തൃതീയ സവനം അതും ശാസ്ത്രവിധി പ്രകാരം ചെയ്തു. പിന്നെ ഈ ഋഷ്യശൃംഗാദികൾ പിഴയ്ക്കാതെ കണ്ട് ഉച്ചരിച്ച് പഠിച്ചതായിട്ടുള്ള മന്ത്രങ്ങൾ വളരെ മധുരമായിട്ട് പറഞ്ഞു, മധുരമായിട്ട് ആലപിച്ചു, അല്ലെങ്കിൽ വേദം ചൊല്ലുന്ന പോലെ സ്വരിച്ച് ചൊല്ലി എന്ന് സാരം. ദേവന്മാർ അവരെ സ്വീകരിച്ച് അവരിങ്ങനെ തയ്യാറായിട്ടിരിക്കുകയാണ്. അവരെ ആഹ്വാനം ചെയ്തുകൊണ്ട് കൊണ്ടുവന്നു. എന്നിട്ട് വേണ്ട രീതിയിൽ ഇരുത്തി പൂജിച്ചു. ഹോതാക്കളെ ദേവതമാർക്ക് യഥാവിധി ഈ ഹവിർഭാഗത്തെ സമർപ്പിക്കുക, ദാനം ചെയ്യുക, ഇങ്ങനെ ചടങ്ങുണ്ട്. അത് ചെയ്തു. ഇത് യാഗത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഈ സ്വാഹ എന്ന് പറഞ്ഞാൽ ഇന്ദ്രായ സ്വാഹ, അങ്ങനെ ഓരോരുത്തരും അഗ്നയെ സ്വാഹ, അങ്ങനല്ലേ, അഗ്നിക്ക് കൊടുക്കണം, വായുവിന് കൊടുക്കണം, അങ്ങനെ എല്ലാവർക്കും കൊടുക്കും. അങ്ങനെയെല്ലാം കൊടുത്തു. ഒരു പഴവും കൂടാതെ കണ്ട് മന്ത്രം ഉച്ചരിച്ചു. കാരണം അത്രയും പ്രാക്ടീസ് ചെയ്തും കൊണ്ടാണ്, സ്ഥിരം ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ്. അങ്ങനെ ഭംഗിയായിട്ട് എല്ലാം ചെയ്തു. പിന്നെ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ അത് കുറേ ചെയ്തു കഴിഞ്ഞാൽ ശ്രാന്തരായവർ, തളർന്ന് വിശന്ന് വലഞ്ഞവർ, പിന്നെ വേദം അറിയാത്തവർ, സ്ഥിരമായിട്ടിത് ചെയ്യാത്തവർ, അങ്ങനെയുള്ളവരൊന്നും ഇവിടെ ഇല്ല. അതേപോലെ തന്നെ ഈ കുറേ ബ്രാഹ്മണർ ശിഷ്യന്മാരായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, 10,000 കണക്കിന്. അപ്പോൾ അതിൽ തുടക്കക്കാരായിട്ട് ചിലരുണ്ടാവും. അവരൊക്കെ ഇത് കണ്ടും കൊണ്ടിരിക്കുക.
മറ്റ് സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ലാതെ കണ്ട് യാഗത്തിൽ നേരിട്ട് ബന്ധപ്പെട്ടില്ല എന്ന് പ്രത്യേകം പറഞ്ഞു. പിന്നെ ബ്രാഹ്മണർ, അവരുടെ ഈ ഭൃത്യന്മാർ, താപസന്മാർ, പിന്നെ ഈ കൈകാര്യം ചെയ്യുന്നവർ, സഹായം ചെയ്യുന്നവർ, ഈ വളണ്ടിയേഴ്സ് അങ്ങനെയുണ്ടല്ലോ, അവരെല്ലാവരും ഒരേപോലെ തന്നെ സന്തുഷ്ടരാണ്. ആഹാരം തൊട്ടുള്ള പലതും സ്വീകരിച്ചുകൊണ്ട്, ദാനങ്ങൾ, ആഹാരം ഇതൊക്കെ സ്വീകരിക്കും. അങ്ങനെയാണ്. വസ്ത്രമായാലും ശരി, ധനമായാലും ശരി, അതൊക്കെ ധാരാളമായിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് സാരം. കാരണം ഈ രാജാക്കന്മാർ വന്നവർ മുഴുവന് ധാരാളം രത്നം, ധനം, പശുക്കളൊക്കെ കൊണ്ടുവന്നുണ്ട്. അതൊക്കെ ഈ യാഗ ഉപയുക്തങ്ങളായിട്ട് പലതും ഉണ്ട്. അതെല്ലാം വീതിക്കപ്പെടും. കാരണം ഇതൊക്കെ ഉപയുക്തങ്ങളാണ്. അവിടെ യാഗശാലയിൽ തട്ടുകൊടുക്കാതെ കണ്ട് പറ്റുമോ? അപ്പോൾ വസ്ത്രം വേണ്ടേ? ഇനി ബ്രാഹ്മണരെ, മറ്റുള്ളവരെ, ശൂദ്രന്മാർക്ക് അവർക്കൊക്കെ വസ്ത്രം വേണ്ടേ? ആഹാരം വേണ്ടേ? അവർക്ക് കിടപ്പാടം വേണ്ടേ? എല്ലാവർക്കും വേണ്ടത് എല്ലാം വേണേ. അതെല്ലാം അവിടെ സമൃദ്ധമാണ്. അതെല്ലാം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ്. അതേപോലെ തന്നെ ആഹാരം കൊടുക്കുന്ന സമയത്ത് കലശൽ കൂട്ടിയിട്ട് വേണത്രേ. അതൊക്കെ ശ്രീകൃഷ്ണൻ പറയാറുണ്ട്. ബഹളം കൂട്ടിയിട്ട് ഉണഴിക്കൂ എന്ന്. ഇനി ഒളമ്പൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ്. അപ്പോൾ ധാരാളമായിട്ട് അത് കൊടുക്കുക തന്നെ ചെയ്തു എന്നാണ്. അത് എല്ലാ ദിവസവും എത്രയെന്ന് പറയാൻ നിർത്തിയില്ല, അത്രയും കൂടുതൽ ചെയ്തു എന്നാണ്. ദീയതാം അന്നം വാസാംസി, ദീയതാം നീ തരൂ അങ്ങനെയാണ്. അത് മാത്രമല്ല, അവർ ധാരാളമായിട്ട് അത് ആഹരിക്കുകയും ചെയ്തു എന്നാണ്. ഇങ്ങനെ വസ്ത്രങ്ങൾ ധാരാളം കൊടുത്തു, ധനം ധാരാളം കൊടുത്തു, ഇങ്ങനെ ദാനകർമ്മങ്ങൾ ധാരാളം ചെയ്തു. ഇങ്ങനെ അതിഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നും കുന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. അതിൽ നിർത്ത് ഇങ്ങനെ കൊടുക്കുക, അത്രയേ വേണ്ടൂ. അതിങ്ങനെ ഇടിയണ വിഷയമില്ല. കാരണം ആൾക്കാരിങ്ങനെ കൊണ്ടുവന്നേയിരിക്കും. ഇവിടെ നിന്ന് ഇത് കർമ്മം എന്നുള്ള രീതിയിൽ ദാനം കൊടുക്കണു. ഇവിടെ സമർപ്പിക്കുന്നതായിട്ട് ഈ കുന്നിലേക്ക് ഇങ്ങനെ കൂട്ടിയിടും. എള്ളിൻ്റെ കുന്നുകൾ, എള്ളിങ്ങനെ എടുക്കുമല്ലോ, പക്ഷേ വീണ്ടും ആൾക്കാർ കൊണ്ടുവന്നിടും. അതിൻ്റെ ഉള്ളിലേക്ക് സമർപ്പിക്കുകയാണ്. അത് പാടത്തുനിന്ന് കൊയ്ത് ശുദ്ധമാക്കിയിട്ട് എന്തൊക്കെയാണ് വേണ്ട വെച്ചാൽ സംശുദ്ധീകരണമൊക്കെ ഉണ്ട്. അതെല്ലാം ചെയ്ത് ഒന്നിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ കുന്നിലേക്കാണ് കൂട്ടുകയാണ്. ആ കുന്ന് എത്ര ഇടിച്ചാലും കുന്ന് കുറയണ വിഷയമില്ല. അത്രയും കൂടുതൽ കൊണ്ടുവന്നിട്ട് ആൾക്കാർ. അതാണ്. അപ്പോൾ രാജാക്കന്മാരായാലും ശരി, കൃഷിക്കാരായാലും ശരി, വൈശ്യർ ഉണ്ടാവുമല്ലോ, അവരെല്ലാവരും ഇതേപോലെ കൊണ്ടുവന്ന് കൊടുക്കും. ഇപ്പം എല്ലാവർക്കും എല്ലാം വീതിക്കപ്പെടുകയാണ്. അതാണ്. അങ്ങനെ സമൃദ്ധി. പിന്നെ സ്ത്രീ പുരുഷന്മാർ, മറ്റ് പലരും അതായത് സ്വാദുള്ള അന്നപാനങ്ങളെയൊക്കെ നന്നായിട്ട് തന്നെ സ്വീകരിച്ചു എന്നാണ്. പിന്നെ അതിൽ പ്രത്യേകമായിട്ടൊരു വിധി പറഞ്ഞിരിക്കുന്നു. വൃദ്ധാശ്ച വ്യാധിതാശ്ചൈവ സ്ത്രീ ബാലാശ്ച തഥൈവ ച അനിശം ഭുഞ്ചമാനാനാം ന തൃപ്തി ഉപലഭ്യതേ. അതായത് എത്രയാണ് ഈ വൃദ്ധന്മാർക്ക്, രോഗം വന്നവർക്ക്, ദീനന്മാർക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, ഈ ബ്രാഹ്മണർക്ക്, തപസ്വികൾക്ക്, ഇങ്ങനെ എല്ലാവർക്കുമായിട്ട് വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കുക. അവരൊക്കെ വളരെയധികം സംതൃപ്തരാണ്. അന്നം ഹി വിധിവൽ സ്വാദു പ്രശംസന്തി ദ്വിജഋഷഭാഹ അഹോ തൃപ്താഹ സ്മ ഭദ്രം തേ ഇതി ശുശ്രാവ രാഘവ. അപ്പോൾ ഇത് ധാരാളമായിട്ട് സ്വീകരിച്ചിട്ട് ഈ ബ്രാഹ്മണരായാലും ശരി, ഓരോരുത്തരും ഇന്ന ആൾക്കാരൊന്നുമില്ല, എല്ലാവരും ഒരേപോലെ തന്നെ അതിഗംഭീരമായിരിക്കണോ, ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കണോ, സംതൃപ്തരായിരിക്കണോ എന്നിങ്ങനെ ഈ ദശരഥ രാജാവിനോട് പറഞ്ഞ്, അപ്പോൾ ഇതൊരു അനുമോദന, ഇതൊരു അനുഗ്രഹ, ഇതൊരു വര. ഈ സംതൃപ്തി, മനസ്സംതൃപ്തി ഉണ്ടല്ലോ, അത് ഈ ചെയ്യുന്ന കർമ്മത്തിന് ഒരു മുതൽക്കൂട്ടാണ്, ഒരു പിൻബലം ആണ്. അതാണ് ദാനം കൊടുത്താലത്തെ ഫലം. വായനയൊക്കെ നടക്കുമ്പോൾ അന്നദാനം എല്ലാവർക്കും കൊടുക്കണം. അന്നദാനത്തിൻ്റെ ഒപ്പം ധനദാനം കൂടി കൊടുക്കണം എന്നാണ് പറയുക. അതിന് ഈ ദാനത്തിൻ്റെ ഉപരിദക്ഷിണ എന്നൊരു കാര്യമുണ്ട്. അപ്പം അത് ചെയ്യണം എന്നാണ്. പണ്ടൊക്കെ ചെയ്തായിരുന്നു. ഊണ് കഴിച്ച് പോകുമ്പോൾ എല്ലാവർക്കും പൈസയും കൊടുക്കും. അങ്ങനെ ഊണും പൈസയും കൊടുത്തുകൊണ്ടാണ്, അതുപോലെ വസ്ത്രാദികൾ ഒക്കെ കൊടുത്തുകൊണ്ടാണ് സന്തോഷിപ്പിച്ചിട്ട് പറഞ്ഞയക്കുക. അപ്പോഴാണ് മനസ്സ് നിറയുക. ഇന്നിപ്പോൾ അതിനൊക്കെ പിശുക്ക, വേണ്ടതൊന്നും ചെയ്യില്ല. 10 ആളെ വിളിക്കുന്നുള്ളൂ വെച്ചാൽ ഈ 10 ആൾക്ക് ആഹാരവും ധനവും കൊടുത്താൽ മതി. 5 ആളെ ഉള്ളൂ വെച്ചാൽ 5 ആൾക്ക് കൊടുത്താൽ മതി. അല്ലാണ്ട് 10,000 ആൾക്ക് അന്നദാനം കൊടുത്തിട്ട് കാര്യമില്ല. ആ 10,000 ആൾക്ക് അന്നദാനം കൊടുക്കുന്നത് 5,000 ആൾക്കാരായിട്ട് ചുരുക്കിക്കൊള്ളൂ. എന്നിട്ട് അവർക്ക് ഉപരിദക്ഷിണ കൂടി കൊടുക്കൂ. 5,000 എന്നുള്ളത് 1000 ആക്കിക്കോളൂ, ഉപരിദക്ഷിണ കൂടി കൊടുക്കൂ. 500 ആക്കിക്കോളൂ, ഉപരിദക്ഷിണ കൂടി കൊടുക്കൂ.
അങ്ങനെയാണ് വേണ്ടത്, അതാണ് നിയമം. അപ്പോൾ അതേപോലെ അന്നം ഉണ്ടാക്കിയിട്ട് കളയാൻ പാടില്ല, കുറേ നിയമങ്ങളുണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ രാജാവിൻ്റെ അനുഗ്രഹം ഇങ്ങനെ എല്ലാവരിൽ നിന്നും സ്വീകരിച്ചതൊക്കെ പിൻബലമായിട്ട് പുണ്യമായിട്ട് മാറി. പിന്നെ നന്നായിട്ട് ഈ സർവ ആഭരണ വിഭൂഷിതകളായിട്ട്, വസ്ത്രാഭരണ വിഭൂഷിതകളായിട്ട് ബ്രാഹ്മണർക്ക് സദ്യയ്ക്ക് ഉളമ്പുന്നവർ വളരെയധികം ഇത് രാജകീയ വേഷത്തോട് കൂടിയിട്ട്, നമ്മളൊക്കെ സാധാരണ വേഷം വിളമ്പണവരുടെയൊക്കെ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഏറ്റവും മിനിമം ആയിട്ടുള്ള ലളിതമായിട്ടുള്ള അങ്ങനെയൊക്കെയല്ലോ. ഇതങ്ങനെയല്ല. ഈ സ്റ്റാർ ഹോട്ടലിലെ തൊപ്പി കുപ്പായങ്ങളൊക്കെ അല്ലേ എന്ന കൂട്ടത്തിൽ ഇവിടെ മറ്റൊരു തരത്തിലാവും. ഏത് തരത്തിലാണെന്ന് ചോദിച്ചാൽ അറിയില്ല. എന്തായാലും ധാരാളം ആഭരണങ്ങളൊക്കെ ചാർത്തിയിട്ടുണ്ട്. പട്ട് തുടങ്ങിയിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള വസ്ത്രങ്ങളെ കൊണ്ടാണ് ദേഹം മറച്ചത്. അപ്പോൾ ദേഹം മറക്കാൻ വേണ്ടി മാത്രമല്ല, അത് കണ്ടു കഴിഞ്ഞാൽ, ആ ആളെ കണ്ടു കഴിഞ്ഞാൽ ഇനിയും സാധനം വേണമെന്ന് തോന്നും. അതേപോലെ വസ്തുവിൻ്റെ ആ ഒരു ശുദ്ധി അതും ഇനിയും വേണമെന്ന് തോന്നും. ഇങ്ങനെയാണ് സാരം, അതാണ്. അപ്പോൾ വളരെയധികം ഇഷ്ടത്തോടു കൂടിയിട്ട് ഈ ഒളമ്പുന്ന ആൾക്കാരെ ഇങ്ങനെ സർവാഭരണ വിഭൂഷിതരായിട്ടാണ് ഒളമ്പിച്ചത് എന്ന് സാരം. അതേപോലെ വാഗ്മികളായിട്ടുള്ള പലരും, പ്രഭാഷണാദി കാര്യങ്ങൾ, പിന്നെ ബ്രാഹ്മണർ അന്യോന്യം ഈ ഉത്സാഹത്തോടു കൂടിയിട്ട് വേദങ്ങളെ, ഋക്കുകളെ, സൂക്തങ്ങളെ, യാഗവിധികളെ ഒക്കെ തമ്മിൽ സംവാദമായിട്ട് പറയിച്ച് അവരത് പറഞ്ഞത് ബാക്കിയുള്ളവർ കേട്ടു. ഇപ്പോൾ പ്രഭാഷണമായിട്ടുമുണ്ട്, സംവാദമായിട്ടുമുണ്ട്. അത് ഇതിൻ്റെ ഗുണഫലത്തെ നല്ലോണം അറിയും. ഇതെന്താ ചെയ്യണത്, ഇന്നതാണ് ചെയ്യണത്, അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ്. ഇതൊക്കെ വിധി ആണ്. അങ്ങനെ സർവകർമാണി ചക്രുഹു തേ യഥാശാസ്ത്രം പ്രചോദിതാഹ. ശാസ്ത്രം എന്താണോ പ്രചോദനം ചെയ്തത്, വിധിച്ചത്, അതേ പ്രകാരത്തിൽ അവിടെ ചെയ്യപ്പെട്ടു. ഇത് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് സംവാദമായിട്ടും പ്രഭാഷണമായിട്ടും എല്ലാവരും പറയപ്പെട്ടു. അപ്പോൾ എല്ലാ ദിവസവും ഇത് ആചരിച്ചു. 6 വേദാന്തങ്ങൾ, ശിക്ഷ, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം, കൽപ്പം, ഇങ്ങനെ ഇതിലൊക്കെ നല്ലോണം പാണ്ഡിത്യമുള്ളവർ, വ്രതാനുഷ്ഠാനങ്ങളെല്ലാം ചെയ്യുന്നവർ, പിന്നെ എല്ലാ വേദങ്ങൾ, അതിൻ്റെ സ്മൃതികൾ അതൊക്കെ അറിയുന്നവർ, ഇവർ ഈ സദസ്യർ പോലും അങ്ങനെ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ഇത് തന്നെയാണ് പറയുന്നത് എന്ന് അറിയാവുന്നവരാണ്. അതിനെ ഒരു ഓർമ്മപ്പെടുത്തൽ, അത്രയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് യാഗം നടന്നേറുന്നത്. അവിടെ യൂപം നാട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു തൂണ്, ആ തൂണുമ്പിലാണ് അതൊക്കെ കെട്ടിയിടുക. ആൾക്കാരെ മറ്റേ ഈ ഹോമിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഈ ബലി മൃഗങ്ങൾ, യാഗപശു ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണ്ടത്. ഇവിടുന്ന് അങ്ങോട്ട് ലേശം വ്യതിയാനമുണ്ട്, അത് നോക്കാം. അപ്പോൾ യൂപം നാട്ടി, അത് കൂവളത്തിൻ്റെ 6 കാലുകൾ നാട്ടി, കരിങ്ങാലി തൂണുകൾ കുറേ, അതും ഒരു 6, പിന്നെ പ്ലാശിൻ്റെ അത് ഒരു 6, പിന്നെ 100 വരി സ്തംഭങ്ങൾ, ശ്ലേഷ്മാതക അത് ദേവദാരു സ്തംഭങ്ങൾ, അതേപോലെ അശ്വമേധത്തിൻ്റെ നിയമങ്ങൾ എത്ര തൂണുകളാണോ കെട്ടേണ്ടത് അത്രയും തൂണുകൾ വിധിയാവണ്ണം കെട്ടി. കുറച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 1000 കാല് മണ്ഡപം എന്നൊക്കെ ഇല്ലേ, ആ കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ അതെല്ലാം വിവിധങ്ങളായിട്ടുള്ള മരങ്ങളാണ് വേണ്ടത്. അതാണ് കരിഞ്ഞാലി, മറ്റേ കൂവളം, ആല്, വേപ്പ്, മറ്റേ പ്ലാശ് എന്നൊക്കെ പറഞ്ഞില്ലേ. ഇങ്ങനെ ശാസ്ത്ര കോവിദന്മാരായിട്ടുള്ള എല്ലാവരും ഇതിന് വേണ്ടതായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു. അതേപോലെ തന്നെ സ്വർണം കൊണ്ട് ചില അരുക്കുകളൊക്കെ ഉണ്ടാക്കുക, സ്വർണം കൊണ്ട് കെട്ടുക, അങ്ങനെ ഉണ്ടല്ലോ. തൂണുകളൊക്കെ സ്വർണം കൊണ്ട് പൊതിയണം, അങ്ങനെ എന്തൊക്കെ ചില നിയമങ്ങളുണ്ട്. അത് വേണ്ട രീതിയിൽ മൊത്തം പൊതിയാം, പിന്നെ കെട്ടുകളായിട്ട് ചെയ്യാം, അങ്ങനെ മണി തൂക്കിയിടാം, അങ്ങനെ പലതും ഉണ്ടല്ലോ, അതൊക്കെ ചെയ്തു. ഇങ്ങനെ 21 യൂപങ്ങൾ, 21 മുഴം വീതം ഉയരമുള്ളതായിട്ടുള്ള ഓരോന്നും, വസ്ത്രം തൊട്ടുള്ളത് വസ്ത്രം ചുറ്റി കെട്ടുക, അതേപോലെ ഇലകൾ, പൂക്കൾ ഒക്കെ കെട്ടി തൂക്കിയിടുക, അങ്ങനെയൊക്കെ ഉണ്ട്. അതേപോലെ ശില്പികൾ അതിൽ ചില കരവിരുതുകളൊക്കെ ചെയ്തു. പിന്നെ ചില ഉറപ്പിക്കലുകൾ, അഷ്ടകോണ ആകൃതിയിൽ മിനുസപ്പെടുത്തിയായിട്ടുള്ള ചില തൂണുകൾ നാട്ടിൽ അങ്ങനെയൊക്കെയുണ്ട്. അതേപോലെ വസ്ത്രം കൊണ്ട് മറച്ച്, പുഷ്പം ചന്ദനം തൊട്ടുള്ള അതുകൊണ്ട് പൂജിച്ച്, ആകാശത്തിൽ സപ്തർഷി മണ്ഡലം പോലെ അതിങ്ങനെ ഈ തൂണ് നാട്ടി കണ്ടപ്പോൾ 1000 കാല് മണ്ഡപം അങ്ങനെയാണെന്ന് കൂട്ടുക. അതെല്ലാം ഇതേപോലെ സപ്തർഷി മണ്ഡലാണോ എന്ന് തോന്നും എന്നാണ്. ഇപ്പോൾ ഗരുഡനെയാണല്ലോ ഹോമകുണ്ടത്തിൽ അങ്ങനെയാണ് ആ ഒരു നിർമ്മിതി വരിക. അങ്ങനെയാണ് ഗരുഡൻ്റെ രൂപം പോലെ.
ശാസ്ത്രവിധി അനുസരിച്ച് വലിപ്പത്തിൽ നിർമ്മിച്ചതായിട്ടുള്ള ഇഷ്ടികകൾ ഈ ശില്പകുശലന്മാർ അവർ യജ്ഞവീതി ഒരുക്കി. അവർ മഹാഗമനാര രാജാവിനെ പൂജിക്കാനുള്ള ഹോമാഗ്നി പിടിപ്പിച്ചു. ചിറക് വിടർത്തി നിൽക്കുന്നതായിട്ടുള്ള ഗരുഡൻ്റെ ആകൃതിയിലുള്ള ഈ ഹോമകുണ്ഡത്തിൽ ഉണ്ടാക്കിയ ഈ അഗ്നി അത് ഗരുഡൻ പറന്നു വരികയാണോ എന്നിങ്ങനെ ആ നാളം കണ്ടാൽ തോന്നുന്ന അത്ര മിടുക്കാണ് ബ്രാഹ്മണർക്ക്. അതേപോലെ ചിറക് വിരുത്തിയായുള്ള ഗരുഡൻ്റെ ആകൃതിയിലുള്ള ഈ ജ്വലനാഗ്നി അങ്ങനെ പറക്കുന്ന പോലെ ഇളകുന്നു. ഹോമകുണ്ഡത്തിൻ്റെ ആകൃതി അതേപോലെ തന്നെ. അതേപോലെ സാധാരണക്കാരുടെ വേദിയിലെ 3 ഇരട്ടി വലിപ്പം ഉണ്ടാക്കുന്ന 18 കുണ്ടങ്ങൾ ഇതേപോലെ പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സർപ്പങ്ങൾ, പക്ഷികൾ, ദേവന്മാർക്ക് ആഹുതി ചെയ്യാനുള്ള ഈ മൃഗങ്ങളെയൊക്കെ രൂപത്തിൽ ഇങ്ങനെ ബന്ധിച്ചിട്ടുണ്ട്. പിന്നെ ശാസ്ത്രവിധി അനുസരിച്ച് ഋഷിമാർക്ക് ശാമിത്രങ്ങളായിട്ടുള്ള ബലികൾ കൊടുക്കാനുള്ള കുതിരകൾ, പിന്നെ ആമ തൊട്ടുള്ള ജലജീവികൾ അവരൊക്കെ ഈ തൂണിൽ കെട്ടിയിടപ്പെട്ടിട്ടുണ്ട്. 300 ജീവികൾ ഇതേപോലെ തൂണുകളിൽ കെട്ടിയിട്ടുണ്ട്. പിന്നെ കൗസല്യ തൊട്ടുള്ള ഈ റാണിമാർ ജലം തളിച്ച് ഈ കുതിരയെയൊക്കെ പരിചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുണ്ട്. ഈ പുല്ല് കൊടുക്കുക, വെള്ളം കൊടുക്കുക, മറ്റേ എങ്ങനെയൊക്കെ അവർ തലോടുക, അങ്ങനത്തെ വേണ്ട വെച്ചാൽ അതൊക്കെ ചെയ്യാം. അതൊക്കെ ഈ റാണിമാർ ചെയ്യണു. പിന്നെയോ ഇവർ വാള് കൊണ്ട് അതാത് അംഗങ്ങളിൽ സ്പർശിക്കുക, അങ്ങനെ ഒരു നിയമമുണ്ട്. എന്തൊക്കെ ചില വേദമന്ത്രങ്ങളെ കൊണ്ട് ഇത് ഈ ഹോമം ചെയ്യുന്ന അല്ലെങ്കിൽ ഇവൻ്റെ ഈ യാഗം ചെയ്യുന്ന സമയത്ത് ഈ മൃഗബലി ആയിട്ടാണല്ലോ വരിക. ആ ജീവനെ ഇനി ഒരു ജന്മം വേണ്ടാത്ത രീതിയിൽ മുക്തി കൊടുത്തിട്ടാണ് ഇപ്പോൾ ഈ 300 ജീവികൾ എന്നാണ് പറയുന്നത്. 300 ജീവികൾക്കും ഇതേപോലെ മുക്തി കൊടുത്തതിൻ്റെ ശേഷമാണ് അവർക്ക് വീണ്ടും ഒരു ജന്മം വേണ്ട. ഈ ശരീരത്തോട് കൂടിയിട്ട് അവർ മുക്തി നേടുകയാണ്. അങ്ങനെയൊക്കെ മുക്തി കൊടുക്കാൻ കഴിയുന്നവർ മാത്രമേ ഈ മൃഗബലിയൊക്കെ ചെയ്യാവൂ. അവരുടെ മാംസം എന്നുള്ളത് ഈ ഹിരണ്യകശിപുവിൻ്റെ ശരീരത്തിലെ ഭാഗങ്ങൾ നരസിംഹമൂർത്തി എങ്ങനെയാണോ സ്വീകരിച്ചത് അതേപോലെ അങ്ങനെയൊക്കെയാണ് നിയമം. അതൊന്നും നമ്മൾ ഈ കൂട്ടിയേ പറ്റില്ല. അപ്പോൾ നമുക്കത് നേദ്യച്ചോറോ അല്ലെങ്കിൽ കവ്യമാക്കിയിട്ടോ അതൊക്കെ നമുക്ക് പറ്റുള്ളൂ. നമുക്കത് അതിനുള്ള അർഹതയുള്ളൂ. കാരണം ഒരു ജീവിയുടെ ജീവൻ എടുക്കാനുള്ള അർഹതയില്ല. മറ്റത് ഇങ്ങനെ മുക്തി കൊടുക്കാനുള്ള കഴിവുണ്ടാവും, നമുക്കത് കഴിവില്ല. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യരുത്. അപ്പോൾ ഇവിടെ അതെല്ലാം എങ്ങനെയൊക്കെയാണ് ഈ ഹോതാവ്, അധ്വർയു, ഉദ്ഗാതാവ് അവർ, അതായത് ബ്രഹ്മൻ, അധ്വർയു, ഹോതാവ്, പ്രസ്തോതാവ്, ഉദ്ഗാതാവ്, പ്രതിഹർത്താവ്, സദസ്യര്, ശിഷ്യര്, ഇങ്ങനെയൊക്കെ ചില കണക്കുകളുണ്ട്. അതിനനുസരിച്ച് ഓരോരുത്തരും അതേപോലെ ഇതിൻ്റെ പരിചരണങ്ങൾ ചെയ്യുന്നവരുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. അത് ഭാര്യമാരാണ്. അത് വാവാതകൾ, പരിവൃത്തകൾ, മഹിഷികൾ, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതെങ്ങനെയാ വെച്ചാൽ രാജാക്കന്മാർക്ക് മറ്റേ ക്ഷത്രിയരുടെ കുലത്തു നിന്നാണെങ്കിൽ അവർ മഹിഷി എന്ന് പറയും. വൈശ്യന്മാരുടെ ആണെന്ന് വെച്ചാൽ വാവാതകൾ എന്ന് പറയും. ശൂദ്രന്മാരുടെ സ്ത്രീകൾ അവരാണെങ്കിൽ അത് പരിവൃത്തി എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുക. അപ്പോൾ ഇങ്ങനെ അവരൊക്കെ ഇവരാൽ ശുശ്രൂഷിക്കപ്പെട്ടു എന്നാണ് ഈ മൃഗങ്ങൾ. അതേപോലെ അശ്വത്തിൻ്റെ വപ അറുത്തെടുത്ത് അത് മറ്റേ നിയതേന്ദ്രനായിട്ടുള്ള യജ്ഞകർമ്മങ്ങൾ ഉണ്ടാക്കിയിട്ട് നിഷ്ണാതന്മാരായിട്ടുള്ള ഋത്വിക്കുകൾ അത് ആഹരിച്ചു. പിന്നെ ഈ വപയുടെ ആവി അത് വേവിച്ചതായിട്ടുള്ള ഗന്ധം വിധി പോലെ മണത്തു രാജാവ്. അപ്പോൾ ഇതൊക്കെ ഒരു ഔഷധമാണ്, ഒരു നസ്യം എന്നുള്ള രീതിയിലാണ്. പുക ശ്വസിക്കുക, അങ്ങനെയൊക്കെ ചിലതൊക്കെ നിയമങ്ങളുണ്ട്. അതെല്ലാം ചെയ്തു. പിന്നെ 16 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഋത്വിക്കുകൾ ഹയമേധത്തിൽ ഹോമിക്കേണ്ടതെല്ലാം ഹോമിച്ചു. മറ്റ് യജ്ഞങ്ങൾ പ്ലക്ഷവൃക്ഷത്തിൻ്റെ ശാഖയിൽ വയ്ക്കുന്നതായിട്ടുള്ള ഹോമദ്രവ്യങ്ങൾ, അശ്വമേധത്തിൻ്റെ ആറ്റുവഞ്ചി അതിൽ വയ്ക്കേണ്ടതായിട്ടുള്ള അങ്ങനെയെല്ലാം കൊടുത്തു. പിന്നെ കൽപ്പങ്ങളിൽ ബ്രാഹ്മണങ്ങളിൽ പറഞ്ഞതായിട്ടുള്ള നിർദ്ദേശിച്ചതായിട്ടുള്ള കാര്യങ്ങൾ 3 ദിവസം കൊണ്ട് ചെയ്യേണ്ട അശ്വമേധത്തിലെ 1ാമത്തെ സവനം, അതിന് ചതുഷ്ട്രോമം, 2ാമത്തെ ദിവസത്തിലെ ഉക്തം, 3ാമത്തെ അതിരാത്രം. ഈ ശാസ്ത്രം വിധി അനുസരിച്ച് വേണ്ട രീതിയിലൊക്കെ ചെയ്തു. ജ്യോതിഷ്ഠോമം, ആയുർഷ്ഠോമം, പിന്നെ 2 തവണ അതിരാത്രം, അഭിജിത്ത്, വിശ്വജിത്ത്, ആപ്തോര്യാമം. അതേപോലെ രാജാവ് ഈ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾക്ക് 7 തരത്തിൽപ്പെട്ടത് എന്നെല്ലാം പറയണം. അതപ്പോൾ അഗ്നിഷ്ഠോമം, അത്യാഗ്നിഷ്ഠോമം, ഉക്തം, ഷോഡശി, വാജ്പേയം, അതിരാത്രം, ആപ്തോര്യാമം, ഇങ്ങനെയൊക്കെയുള്ള വിധികൾ ഈ അശ്വമേധ യാഗത്തിൻ്റേതായിട്ടുള്ളതുണ്ട്. അതെല്ലാം യഥാവിധി ചെയ്യപ്പെട്ടു.
അത് ഹോതാവിന്, അധർവിന്, ബ്രഹ്മന്, ഉദ്ഗാതാവിന്, ഇങ്ങനെ ഓരോരുത്തർക്കും ഈ ഇപ്പോൾ അശ്വമേധയാഗമാണല്ലോ നടത്തിയത്. അപ്പോൾ ആ നടത്തുമ്പോൾ എല്ലാ രാജ്യക്കാരുടെയും രാജ്യം മുഴുവന് ചക്രവർത്തിക്ക് സ്വന്തമായി. ഇനി ആ ചക്രവർത്തി ഈ രാജ്യത്തെ എല്ലാ മുതലും കൂടിയിട്ട് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യും. ബ്രാഹ്മണർക്ക് ഇത് ദാനം ചെയ്തതിന് ശേഷം ബ്രാഹ്മണർ അതെല്ലാം തിരിച്ച് രാജാവിന് തന്നെ കൊടുക്കും, ചക്രവർത്തിക്ക് തന്നെ കൊടുക്കും. ചക്രവർത്തി അത് അതാത് സാമന്ത രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ കീഴടക്കപ്പെട്ടതായിട്ടുള്ള രാജാക്കന്മാർക്ക് തിരിച്ചു കൊടുക്കും. എന്നിട്ട് അവരെ കൊണ്ട് ഭരിപ്പിച്ച് അവരിൽ നിന്ന് ടാക്സ് വാങ്ങും. ഈ ചക്രവർത്തി എല്ലാവർക്കും അത് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കും. സൂര്യൻ എപ്രകാരത്തിലാണോ രശ്മികളെ, ഈ ചൂട്, മറ്റേ ഊർജം, കഴിവ്, ഇങ്ങനെ പലതുണ്ടേ, വസ്തുക്കളൊക്കെ കൊടുക്കണ്ടേ, അതെല്ലാം കൊടുക്കുന്നത് പോലെ സൂര്യ സമഭാവനനെ പോലെ ഇതെല്ലാം ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് നിയമം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ചെയ്തു. വിദ്യാവണ്ണം യജ്ഞം സമാപിപ്പിച്ചു. അതിനുശേഷം തൻ്റെ രാജ്യത്തെ ഈ ഋത്വിക്കുകൾക്ക് കുലവർദ്ധനവിന് വേണ്ടിയിട്ട് പുരുഷർഷഭന്മാരായിട്ടുള്ള ഈ മഹാജ്ഞാനികൾക്ക് പുരുഷർഷഭനായിട്ടുള്ള രാജാവ് ദാനം ചെയ്തു. ദാനകർമ്മം നിർവഹിച്ച് ഇക്ഷ്വാകു വംശജനും ശ്രീമാനുമായിട്ടുള്ള ഈ ദശരഥ രാജാവ് വളരെയധികം സന്തോഷിച്ചു. ഋത്വിക്കുകൾ അത്യധികം സന്തോഷിച്ചു. ഗതഗൽഭിഷന്മാരായിട്ടുള്ള അദ്ദേഹത്തോട് ഈ മഹർഷികൾ പറഞ്ഞു, ഭൂമി സംരക്ഷിക്കാനുള്ള അർഹത ഞങ്ങൾക്കല്ല, അങ്ങേക്കാണ് മഹാരാജാവേ. ഞങ്ങൾ ബ്രാഹ്മണരാണ്, ഞങ്ങൾക്ക് രാജ്യം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങ് രാജ്യ പരിപാലനം ചെയ്തോളൂ, ഞങ്ങൾ അതിന് ശക്തരല്ല. ഭവാനേവ മഹീം കൃത്സ്നാമേ ഗോരക്ഷിതുമർഹതി ന ഭൂമ്യാ കാര്യമസ്മാകം നഹി ശക്താസ്മപാലനെ. ഞങ്ങൾക്ക് ഭൂമി കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് പാലിക്കാൻ പറ്റൂല, അങ്ങ് തന്നെ പാലിച്ചോളൂ. ഞങ്ങൾ വേദാധ്യയനത്തിലാണല്ലോ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതേപോലെ മറ്റെന്തെങ്കിലും ദാനം ചെയ്തോളൂ, വേണമെങ്കിൽ രത്നോ സ്വർണ്ണോ പശുവോ എന്താ വെച്ചാൽ തന്നോളൂ, ഞങ്ങൾക്കത് മാത്രം മതി. എന്ന് വെച്ചാൽ ഈ ഭൂമിയേക്കാൾ എത്രയോ വിലയുണ്ട് രത്നത്തിനൊക്കെ. പക്ഷേ അത് ഭൂമിയിൽ ഉള്ളതായതുകൊണ്ട് ഭൂമിക്കാണ് വില മൂല്യം കൂടെ. അതാണ് ഭൂമിയിൽ നിന്നും എടുത്തത് രത്നം. ഒരു ശരീരത്തിലെ ജീവൻ, പ്രാണൻ ഉണ്ടല്ലോ, അതിൻ്റെ മൂല്യം എത്രയാ? ഈ ജീവനും പ്രാണനും പോയി കഴിഞ്ഞാൽ പിന്നെ ആ ശരീരത്തിൽ എന്താ ഉള്ളത്? ജീവൻ, പ്രാണൻ, മനസ്സ്, ഇത് മൂന്നും പോയാൽ പിന്നെ ആ ശരീരത്തിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല, ജഡായി. എന്ന കൂട്ടത്തിൽ ഭൂമിയിലാണ് ഇതുള്ളത്, അതുകൊണ്ട് ഭൂമിക്ക് ദാനം കൂടുതൽ മഹത്വം. അപ്പോൾ അതുകൊണ്ട് മഹർഷിമാർ പറഞ്ഞു, ഞങ്ങൾക്ക് രത്നം, സ്വർണം, ഗോക്കൾ എന്ന് വെച്ചാൽ പ്രാണൻ, മനസ്സ്, ഈ ജീവൻ, അത് തന്നാൽ മതി. ഇതാണ് എല്ലാറ്റിനും ശാസ്ത്രമുണ്ട് കേട്ടോ, എല്ലാം പ്രത്യേകമാണ്. ഏതായാലും അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തന്നോളൂ, നിത്യ ഉപയോഗത്തിനുള്ള തന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബ്രാഹ്മണർ എല്ലാം ജ്ഞാനം ഉള്ളവരാണ്. അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനനുസരിച്ച് ധാരാളം പശുക്കൾ, മറ്റേ രത്നങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, ഇതൊക്കെ സ്വർണ്ണോ വെള്ളിയോ എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ ധാരാളം കൊടുത്തു. ഈ സമ്പത്ത് മുഴുവൻ ഋഷ്യശൃംഗന്, വസിഷ്ഠന് ആയിട്ട് ഒന്നിച്ചാണ് കൊടുക്കുകയാണ്. വസിഷ്ഠനും ഋഷ്യശൃംഗനും അത് വീതിച്ചു. എന്നിട്ട് അർഹതപ്പെട്ട രീതിയിൽ ഓരോ ബ്രാഹ്മണർക്കും കൊടുത്തു. അങ്ങനെയാണ് അത് സ്വീകരിച്ചുകൊണ്ട് അവരും ഞങ്ങൾക്ക് പരിപൂർണ സംതൃപ്തി വന്നിരിക്കുന്നു കേട്ടോ രാജാവേ എന്ന് ആ മഹാബ്രാഹ്മണരും ഈ ദശരഥ രാജാവിനെ അനുഗ്രഹിച്ചു. അപ്പോൾ ഋഷ്യശൃംഗനോ ഈ വസിഷ്ഠനോ അല്ല അനുഗ്രഹം കൊടുക്കുക, അത് രാജാവിനാണ്. നാരദൻ പറയുന്നുണ്ട്, ഈ കൃഷ്ണനിൽ നിന്നും അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും യുധിഷ്ഠിര മഹാരാജാവെ, പാണ്ഡവരായിട്ടുള്ള നിങ്ങളെയാണ് കേട്ടോ അനുഗ്രഹിക്കുന്നത് എന്ന് നാരദൻ പറയുന്നുണ്ട്. എന്ന കൂട്ടത്തിൽ ഇവിടെ ഈ ദശരഥ രാജാവിനാണ് എല്ലാവരും ഈ അനുഗ്രഹത്തെ കൊടുക്കുന്നത്. ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ മറ്റേ ഋഷ്യശൃംഗനും വസിഷ്ഠനും ബ്രാഹ്മണരുമാണ് ചെയ്യണത്. അവർ തന്നെയാണ് ദാനം വാങ്ങണത്, എന്നിട്ട് അനുഗ്രഹിക്കുന്നതും അങ്ങനെയാണ്. ഏതായാലും അവരെല്ലാം സന്തോഷത്തോടു കൂടിയിട്ട് കൃതജ്ഞരായിട്ട് യജ്ഞം സമാപിച്ചപ്പോൾ സന്തോഷം കൊണ്ട് രാജാവും വളരെയധികം തൃപ്തനായിക്കൊണ്ട് ഈ മഹാബ്രാഹ്മണരെ വീണ്ടും വീണ്ടും നമസ്കരിച്ചു. അപ്പോൾ അവരും സന്തോഷത്തോടു കൂടിയിട്ട് രാജാവിനെ അനുഗ്രഹിച്ചു. എല്ലാ അർത്ഥത്തിലും അങ്ങേക്ക് എല്ലാ തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഗുണഫലങ്ങളും ഉണ്ടാവട്ടെ. മാത്രമല്ല 5 തരം ഉത്തമമായിട്ടുള്ള യജ്ഞം അവിടെ സമാപിപ്പിച്ചു എന്നാണ്. അശ്വമേധം മാത്രമേ ചെയ്തിട്ടുള്ളൂ കൊണ്ട് കാര്യമില്ല, 5 തരത്തിൽപ്പെട്ടതായിട്ടുള്ള യാഗം അവിടെ ചെയ്തു. എല്ലാ പാപങ്ങളെയും ഇല്ലാണ്ടാക്കി സ്വർഗത്തിലേക്ക് പോകാനുള്ള വരം അനുഗ്രഹമായിട്ട് അവിടെ കൊടുക്കപ്പെട്ടു. അപ്പോൾ ഇനി മറ്റേ എപ്പോൾ മൃതി സംഭവിച്ചാലും അപ്പോൾ സ്വർഗത്തിലേക്ക് എത്തും. അപ്പോൾ ഈ യാഗം കൊണ്ട് അത് നടന്നു കഴിഞ്ഞു. അതേപോലെ സാധാരണ രാജാക്കന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഈ ചക്രവർത്തി ഇപ്പോൾ ചെയ്തത്, ദശരഥ രാജാവ് ചെയ്തത്.
അതിൻ്റെ സന്തോഷം അത് എല്ലാവരും പരസ്പരം പറഞ്ഞു. ഋഷ്യശൃംഖനോട് പ്രത്യേകമായിട്ടും എല്ലാവരും പറഞ്ഞു. അതാണ്. പിന്നെ ഈ സുവ്രതനായിട്ടുള്ള ഋഷ്യശൃംഖനോട് കുലവർദ്ധനത്തിനായിട്ട് വേണ്ടതെന്തോ അത് എനിക്ക് ചെയ്തു തരണേ എന്ന് ബ്രാഹ്മണര് ദശരഥ രാജാവിനോട് പറഞ്ഞു എന്നാണ്. ഋഷഭ അവതാരത്തിന് തൊട്ടു മുന്നേ ആയിട്ട് നാഭി മഹാരാജാവിന് വേണ്ടിയിട്ട് കാട്ടിൽ വെച്ചിട്ട് മഹാഋഷിമാര് യാഗം ചെയ്തു. അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷനായി. എന്നിട്ട് നാഭി രാജാവിന് വേണ്ടിയിട്ട് ഈ ബ്രാഹ്മണർ പറഞ്ഞു, ഞങ്ങളുടെ യജമാനായിട്ടുള്ള നാഭി രാജാവിന് സന്താനമില്ല, അങ്ങ് തന്നെ ഒരു പുത്രനെ പോലെ വന്ന് നാഭി രാജാവിനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അങ്ങയ്ക്ക് തുല്യനായിട്ടുള്ള പുത്രനെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭഗവാൻ പറഞ്ഞത്, നിങ്ങളുടെ മനസ്സ് വളരെ നന്ന്. ഈ രാജാവിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും കഷ്ടം സഹിച്ചുല്ലോ, എന്നെ വിളിച്ചു വരുത്തിയല്ലോ. നിങ്ങളുടെ ആവശ്യം എന്നെ പോലെയുള്ളൊരു പുത്രനാണ്, എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ തന്നെ പുത്രനായിട്ട് വരാം എന്ന് അനുഗ്രഹിച്ചു എന്നാണ്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഈ മഹാബ്രാഹ്മണർ ദാനം വാങ്ങി സന്തുഷ്ടരായിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്തു കൊടുത്തവർ അവർ ഈ ഋഷ്യശൃംഖ മഹർഷിയോട് ഇപ്രകാരത്തിൽ ആവശ്യപ്പെട്ടു. അപ്പോൾ ഈശ്വരനോട് പറഞ്ഞുകൊണ്ട് ഈ ദശരഥ രാജാവിന് അങ്ങ് തന്നെ പുത്രനായിട്ട് വരണേ എന്നിപ്രകാരം പ്രാർത്ഥിക്കുകയാണ് ഋഷ്യശൃംഖൻ. അപ്പോൾ ഇവരെല്ലാവരും അതിൽ പെട്ടു. അത് സംഭവിക്കുകയും ചെയ്തു എന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു തരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഋഷ്യശൃംഖൻ അനുഗ്രഹിച്ചു. ഭഗവാന്റെ ആജ്ഞയ്ക്കനുസരിച്ച് വാക്കുകളായിട്ട് പറഞ്ഞത് ഈ ഋഷ്യശൃംഖനാണ്. അങ്ങേക്ക് 4 പുത്രന്മാരുണ്ടാവും, വിഷ്ണു അംശജരായിട്ടും വിഷ്ണുവും. അങ്ങനെ അങ്ങോട്ടും പരിഭ്രമിക്കണ്ട. ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി. കാരണം ഒരു പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ സദ്ഫലം കിട്ടാൻ പോവുകയാണ്. അത് ഈ ബ്രാഹ്മണ വാക്കായതുകൊണ്ട്, പ്രത്യേകിച്ച് ഋഷ്യശൃംഖൻ പറഞ്ഞപ്പോൾ അത് ഇനി നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല. മഹാവിഷ്ണുവിന് പാലകന് അത് നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതാണ്. ഇങ്ങനെ വേദജ്ഞന്മാരായിട്ടുള്ള ഇവർ ഋഷ്യശൃംഖൻ ആലോചിച്ചിട്ട് ഈ ജ്ഞാനം എപ്രകാരത്തിലാണോ കിട്ടുക അത് കിട്ടി. അതായത് ഇനി ഇവിടുന്ന് എന്താണോ സംഭവിക്കുക അത് ഓർമ്മയിൽ വന്നു. അതാണ്, അത് ഭഗവാൻ തോന്നിച്ചതാണ്. അപ്പം അങ്ങനെ ബോധത്തോടു കൂടിയിട്ട് രാജാവിനോട് ഈ ഋഷ്യശൃംഖ പറഞ്ഞു, അഥർവവേദത്തിൽ പ്രോക്തമായിട്ടുള്ള മന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് പുത്രലാഭ ഹേതുവായിട്ട് അങ്ങയ്ക്ക് പുത്രന്മാരുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു പുത്രകാമേഷ്ടി ചെയ്യാം. അതിന് മന്ത്രദൃഷ്ടാക്കളായിട്ടുള്ള കർമ്മങ്ങളോടെ അവർ ചെയ്യുന്നതായിട്ടുള്ള ഈ മഹത് കർമ്മം ആ തേജസ്വി പുത്രലാഭത്തിനായിട്ട് ഈ ഋഷ്യശൃംഖനെ മുൻനിർത്തിക്കൊണ്ട് ഋഷ്യശൃംഖൻ തന്നെ അത് ചെയ്യാനും തുടങ്ങി, പുത്രകാമേഷ്ടി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ദേവതകളെല്ലാവരും ഗന്ധർവന്മാരോടും സിദ്ധന്മാരോടും അല്ലെങ്കിൽ 8 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ദേവന്മാർ, അതിൽ പിതൃക്കളുണ്ട്, അവർ ഋഷിമാരോടും കൂടിയിട്ട് ഹവിർഭാഗം സ്വീകരിച്ചു. വിധി പോലെ അവിടെ എല്ലാവരും എത്തിച്ചേരുകയും ചെയ്തു. എന്നിട്ട് അത് സ്വീകരിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മാവും ഒപ്പമുണ്ട്. അവിടെ സദസ്സിലെത്തിയതായിട്ട് ദേവന്മാരെല്ലാം കൂടി ലോകകർത്താവായിട്ട് ബ്രഹ്മാവിനോട് ഇങ്ങനെ അറിയിച്ചു. മനുഷ്യർക്ക് ഈ ദേവന്മാരെ കാണാൻ സാധിക്കില്ല, എങ്കിലും അവർ പറഞ്ഞു, ഭഗവാനെ അങ്ങയുടെ ഈ പ്രസാദം കൊണ്ട് രാവണൻ എന്ന ഈ രാക്ഷസൻ ഞങ്ങളെയെല്ലാം വല്ലാതെ കണ്ട് പീഡിപ്പിക്കുന്നുണ്ട്. ആ രാവണനെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിക്കണില്ല. അതുകൊണ്ട് രാവണൻ്റെ തപസ്സിൽ പ്രീതനായിക്കൊണ്ട് ബ്രഹ്മാവെ അങ്ങ് വരം കൊടുത്തിട്ടുണ്ടല്ലോ, അത് കാരണം കൊണ്ട് ഞങ്ങൾ ഈ രാവണൻ്റെ പീഡകളെ മുഴുവൻ സഹിക്കുകയാണ്. ഈ യാഗവേദിയിൽ വെച്ചിട്ട് ദേവന്മാർ ബ്രഹ്മാവിനോട് പറയുകയാണ്. അപ്പോൾ പുത്രകാമേഷ്ടിയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ സംഭവിച്ച സമയത്ത് എല്ലാവരും വന്ന് ഈ യാഗഭാഗത്തെ സ്വീകരിച്ചുകൊണ്ട് ദേവന്മാർ ബ്രഹ്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ രംഗമാണ്. രാവണന് വരം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ സഹിക്കുകയാണ്, വേറെ മാർഗമില്ല, എന്താ ചെയ്യുക, അതിനുള്ള പരിഹാരം കാണണേ എന്ന് പറയുകയാണ്. വരബലം കൊണ്ട് മതിച്ചുകൊണ്ട് ഈ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്തതായിട്ടുള്ള ഈ രാവണൻ ഋഷിമാരെയും യക്ഷന്മാരെയും ഗന്ധർവന്മാരെയും ഒക്കെ ഉപദ്രവിക്കുകയാണ്. സൂര്യൻ വേണ്ട രീതിയിൽ ശോഭിക്കണില്ല, കാറ്റ് വീശണില്ല വേണ്ട രീതിയിൽ, അതേപോലെ തിരമാലകൾ വേണ്ട രീതിയിലല്ല ചെയ്യണത്.
ഘോരദർശനായിട്ടുള്ള ആ രാക്ഷസനെ വല്ലാതെ കണ്ട് എല്ലാവരും ഭയപ്പെടുന്നു. അവനെ വധിക്കാൻ എന്തെങ്കിലും ഒരു ഉപായത്തെ കണ്ടെത്തണേ എന്ന് പ്രകാരം പ്രാർത്ഥിച്ചു. ഇങ്ങനെ ദേവന്മാർ പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് ചിന്തിച്ചു, ഈ ദുരാത്മാവിനെ വധിക്കാനുള്ള ഉപായം ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാ ഗന്ധർവ യക്ഷാദികളും ദേവന്മാരും രാക്ഷസന്മാരും ഞാൻ അവധ്യനായിരിക്കണം, ഈ രാക്ഷസന്മാരാലും ഞാൻ കൊല്ലപ്പെടരുത് എന്നുള്ള വരമാണ് രാവണൻ എന്നോട് ചോദിച്ചത്. ഞാൻ അതാണ് കൊടുത്തിറക്കണത്. അപ്പം അതുകൊണ്ട് വരബലാണ് ഇതിന് കാരണം. മനുഷ്യരോടുള്ള അവജ്ഞ കൊണ്ട് മനുഷ്യനാൽ അവധ്യനാവണമെന്ന് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു മനുഷ്യന് മാത്രമേ അവനെ വധിക്കാൻ സാധിക്കുള്ളൂ, മറ്റൊരാൾക്ക് സാധിക്കില്ല. ബ്രഹ്മാവ് ഇങ്ങനെ ആ വാക്കുകളെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മഹർഷിമാരെ എല്ലാവരും വളരെയധികം സന്തോഷിച്ചു. ആ സമയത്തിൻ്റെ ഇടയ്ക്ക് മേഘാരൂഢനായിട്ടുള്ള സൂര്യനെ പോലെ ഗരുഡൻ്റെ പുറത്ത് ഇരിക്കുന്നതായിട്ടുള്ള മഹാതേജസ്വിയായിട്ടുള്ള ശംഖചക്ര ഗദാപാണിയായിട്ടുള്ള മഞ്ഞപ്പട്ടുടുത്തായിട്ടുള്ള സ്വർണ്ണ കേയൂരങ്ങളൊക്കെ അണിഞ്ഞതായിട്ടുള്ള വിഷ്ണു ഭഗവാൻ അവിടെ പ്രത്യക്ഷനായി. ഏതസ്മിന്നന്തരേ വിഷ്ണു ഉഭയാതോ മഹാദ്യുതി ശംഖചക്ര ഗദാപാണി പീതവാസാ ജഗൽപതി വൈനതേയം സമാരുഹ്യ ഭാസ്കരസ്തോദയം യഥാ തപ്തഹാടകേയൂരോ വന്ദ്യമാനസുരോത്തമൈ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അവിടെ ഇങ്ങനെ ബ്രഹ്മാവ് ഈ ദേവന്മാരോട് ഇപ്രകാരത്തിലെല്ലാം പറയണ സമയത്ത് ബ്രഹ്മ സംവാദം അവർ തമ്മിൽ ഇങ്ങനെ സംവദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ യാഗവേദിയിൽ മഹാവിഷ്ണു പ്രത്യക്ഷനായി. ഇങ്ങനെ അതിതേജസ്സോട് കൂടിയിട്ട് ചതുർബാഹു വിഷ്ണു സ്വരൂപനായിട്ട് അവിടെ മഞ്ഞപ്പട്ടുകൊടുത്ത് വന്നു. സർവ്വ അലങ്കൃത വിഭൂഷണനാണ്. ബ്രഹ്മാവിനോടൊപ്പം സദസ്സിൽ ഇരുന്നു മഹാവിഷ്ണു. എന്നിട്ട് അദ്ദേഹത്തെ നമസ്കരിച്ച എല്ലാവരോടുമായിട്ട് പല പ്രകാരത്തിലുള്ള ആവശ്യങ്ങളെ പറയുന്നതായിട്ടുള്ള രംഗം മഹാവിഷ്ണുവോട് പറയുകയാണ്. ദേവന്മാരെ ഋഷിമാരെ എല്ലാവരും കൂടിയിട്ട് ലോകഹിതത്തിനായിക്കൊണ്ട് ഞങ്ങൾ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. ധർമ്മജ്ഞനായിട്ടുള്ള വദാന്യനായിട്ടുള്ള മഹർഷി സമനായിട്ടുള്ള അയോധ്യാധിപതി ദശരഥൻ്റെ പുത്രത്വം അങ്ങ് 4 സ്വരൂപമായിട്ട് കൈക്കൊള്ളണേ എന്ന്. അപ്പോൾ അവിടെ ഋഷ്യശൃംഖനുണ്ട്, ഈ മഹർഷിമാരുണ്ട്, ദേവന്മാരുണ്ട്, ബ്രഹ്മാവുണ്ട്. എല്ലാവരും ദക്ഷപുത്രിമാരായിട്ടുള്ള ഹ്രീ, ശ്രീ, കീർത്തി ഇവരോട് തുല്യമാരായിട്ടുള്ള ഈ ദശരഥ പത്നിമാരായിട്ടുള്ള കൗസല്യ, സുമിത്ര, കൈകേയി ഇവരിലൂടെ അങ്ങ് പുത്രത്വത്തെ സ്വീകരിക്കണേ, മനുഷ്യാവതാരം സ്വീകരിക്കണേ. ദേവന്മാർക്ക് അവധ്യനായിരിക്കുന്ന ഈ രാവണനെ യുദ്ധത്തിൽ അങ്ങ് വധിക്കണേ. ദേവന്മാരെയും ഗന്ധർവന്മാരെയും സിദ്ധന്മാരെയും ഋഷിസത്വന്മാരെയും മൂർഖനായിട്ടുള്ള ഈ രാക്ഷസൻ ബലം പ്രയോഗിച്ചുകൊണ്ട് പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നന്ദനവനത്തിൽ വിഹരിച്ചിരിക്കുന്നതായിട്ടുള്ള ഗന്ധർവന്മാരെയും അപ്സരസുകളെയും ഋഷിമാരെയും ഈ രാവണൻ എത്രത്തോളം കോപിച്ചു കൊണ്ടാണ് അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുടം ചെയ്യണത് ചോദിച്ചാൽ, പീഡ ചെയ്യണത് ചോദിച്ചാൽ അറിയില്ല. അങ്ങനെയുള്ള അവനെ നശിപ്പിച്ചുകൊണ്ട് അവനിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് മുനികൾ, സിദ്ധഗന്ധർവന്മാർ ഇവിടെ എല്ലാവരും അങ്ങയെ ശരണം പ്രാപിക്കുകയാണ്. അതുകൊണ്ട് പരന്തപനായിട്ടുള്ള അങ്ങ് ഈ രാവണനെ വധിക്കാൻ വേണ്ട കാര്യങ്ങളെ ചെയ്യണേ, അവതാരം ചെയ്യണേ, സ്വീകരിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. ദേവശത്രുവിൻ്റെ വധത്തിനായിട്ട് നരലോകത്തിൽ അവതരിക്കാൻ അങ്ങ് മനസ്സ് വയ്ക്കണേ. ഇങ്ങനെ ദേവന്മാർ ആവശ്യത്തെ പറഞ്ഞു, നന്നായിട്ട് സ്തുതിച്ചു. ആ സ്തുതിയും ഇതെല്ലാം കേട്ടപ്പോൾ ദേവശ്രേഷ്ഠനായിട്ടുള്ള ഈ മഹാവിഷ്ണു ബ്രഹ്മാവിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ ദേവന്മാരോടുമായിട്ട് വരമായിട്ട് അനുഗ്രഹമായിട്ട് പറയാൻ തുടങ്ങുകയാണ്. എന്താണ്? പിതാമഹാപുരോഗാൻ സ്ഥാൻ സർവലോക നമസ്കൃത അബ്രവീൽ ത്രിദശാൻ സർവാൻ സമേതാൻ ധർമ്മസംഹിതാൻ ഭയം ത്യജത ഭദ്രം വോ ഹിതാർത്ഥം യുധി രാവണം സപുത്രപൗത്രം സാമാത്യം സമന്ത്രിജ്ഞാതിബാന്ധവം ഖത്വാ ക്രൂരം ദുരാധർഷം ദേവർഷീണാം ഭയാവഹം ദശവർഷസഹസ്രാണി ദശവർഷശതാനി ച. അങ്ങ് ഭയം ഉപേക്ഷിച്ചോളൂ. ബ്രഹ്മാവിനോടാണ് പറയണത്, എല്ലാവരോടുമായിട്ടാണ്. നിങ്ങൾക്ക് ഭദ്രം ഭവിക്കട്ടെ. യുദ്ധത്തിൽ അജയ്യനും ദേവർഷിമാർക്ക് ഭയമുണ്ടാക്കുന്നവനുമായിട്ടുള്ള രാവണനെ പുത്രപൗത്രാദികളോടും അമാത്യന്മാരോടും ബന്ധുമിത്രാദികളോടും ആ കുലത്തെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മനുഷ്യ കുലത്തിൽ ജനിക്കാം, 11,000 വർഷം ഭൂമിയെ ഭരിച്ചു കൊള്ളാം. ഇങ്ങനെ വരം കൊടുത്തു. അതിനുശേഷം ദേവന്മാർ വിഷ്ണു മനുഷ്യകുലത്തിൽ മാനവാവതാരത്തിലെ
ഈ ജന്മഭൂമി എവിടെയാണ് വേണ്ടത് എന്ന് ചിന്തിക്കുകയാണ്. ആ താമരക്കണ്ണനായിട്ടുള്ള വിഷ്ണു പറഞ്ഞു, ചതുർവിധനാക്കി ചെയ്ത് ദശരഥ മഹാരാജാവിനെ പിതാവായിട്ട് ഞാൻ കണ്ടോളാം, ഞാൻ കണ്ടിരിക്കണു. അതേപോലെ ദശരഥൻ്റെ പുത്രനായിട്ട് ദേവന്മാർ, ഗന്ധർവന്മാർ, രുദ്രൻ, അപ്സരസുകൾ, മധു ഇങ്ങനെയുള്ള എല്ലാവരും ആ വിഷ്ണുവിനെ ഇത്രയും അനുഗ്രഹം അങ്ങ് തരുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എന്ന രീതിയിൽ ദിവ്യ സ്തുതികളെ കൊണ്ട് വളരെയധികം സന്തോഷിപ്പിച്ചു. ഉദ്ധതനും ഉഗ്ര തേജസ്സും പ്രവൃദ്ധ ദർപ്പനും ഇന്ദ്രശത്രുവും തപസ്വി കണ്ടകനും ആയിട്ടുള്ള എല്ലാവരെയും ഇങ്ങനെ ദ്രോഹിക്കുന്നതായി കരയിപ്പിക്കുന്നതായിട്ടുള്ള രാവണനെ നശിപ്പിക്കണേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. എല്ലാവരെയും കരയിക്കുന്നതായിട്ടുള്ള ഈ രാവണനെ അങ്ങ് ബന്ധുക്കളോട് കൂടിയിട്ട് നശിപ്പിക്കുമല്ലോ. അതുകൊണ്ട് ഈ ഞങ്ങൾ എന്താണോ അങ്ങേക്ക് വേണ്ടിയിട്ട് ചെയ്തു തരേണ്ടത്, കർമ്മോ അങ്ങനെയുള്ള ഈ ദേവാധിദേവനായിട്ടുള്ള മഹാദേവനായിട്ടുള്ള മഹാവിഷ്ണുവിനാൽ ഞങ്ങൾ എല്ലാവരും എന്നും രക്ഷിതരായിട്ട് തീരണേ എന്നിങ്ങനെ വളരെ സ്തുതിച്ചുകൊണ്ട് ആവശ്യത്തെ പറഞ്ഞു. അങ്ങനെ നാരായണനായിട്ടുള്ള വിഷ്ണുവിനെ നരനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ ദേവദേവന്മാർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ 16-ാമത്തെ അധ്യായത്തിൽ പറയാണ്, ഈ നാരായണനായിട്ടുള്ള വിഷ്ണു എല്ലാം അറിയുന്ന ആളാണ് എങ്കിലും സുരന്മാരോട് അതിമധുരമായിട്ട് ഇങ്ങനെ പറഞ്ഞു, ഋഷിമാർക്ക് കണ്ടകനായിട്ടുള്ള രാക്ഷസാധിപതിയായിട്ടുള്ള രാവണനെ വധിക്കാൻ എന്താണ് ഉപായം? അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ അവ്യയനായിട്ടുള്ള വിഷ്ണുവിനോട് പറഞ്ഞു, മാനുഷരൂപം കൊണ്ട് രാവണനെ യുദ്ധത്തിൽ വധിക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ബ്രഹ്മാവ് പ്രാർത്ഥിക്കുകയാണ്. ബ്രഹ്മാവാണല്ലോ വരം കൊടുത്തത്, അത് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ പറയണം എന്നതാണ്. അങ്ങനെ പറയിച്ചു. അനവധി കാലമായിട്ട് തപസ് ചെയ്ത് ഈ രാവണ ശക്തി വല്ലാതെ കണ്ട് കിട്ടിയിട്ടുണ്ട്, വളരെ ബലം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മതം. അങ്ങനെ ലോകസ്രഷ്ടാവായിട്ടുള്ള അജനുമായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത് സാധിക്കും എന്ന് ബ്രഹ്മാവിനെ ദേവന്മാരുടെ പ്രാർത്ഥന അനുസരിച്ച് മഹാവിഷ്ണു തന്നെ ബ്രഹ്മാവിനോട് പറഞ്ഞു, ഞാൻ വധിച്ചോളാം എന്ന്. അപ്പോൾ ഈ പ്രഭു രാക്ഷസന് രാവണന് ഈ ബ്രഹ്മാവ് വരം കൊടുത്തിട്ടുണ്ട്, മനുഷ്യൻ ഒഴിച്ച് ബാക്കി ആരും വധിക്കില്ല എന്ന്. അതുകൊണ്ട് മരണഭയം ഇല്ല എന്ന് വിചാരിക്കുകയാണ്. കാരണം മനുഷ്യരെ തിന്നുന്നവരാണ് രാക്ഷസന്മാർ, അതുകൊണ്ടാണ്. അപ്പോൾ മനുഷ്യനെ നിസ്സാരനായി കണ്ടുകൊണ്ട് വരം ചോദിച്ചു, അതുകൊണ്ട് അവനെ ഒഴിവാക്കി, അതുകൊണ്ടാണ്. അപ്പോൾ ബ്രഹ്മാവിൽ നിന്ന് കിട്ടിയ ഈ വരം അത് ഗർവിന് കാരണമായി 3 ലോകത്തെയും പീഡിപ്പിക്കണു ആ രാവണൻ. സ്ത്രീകളെ വല്ലാതെ കണ്ട് ഉപദ്രവിക്കണു, മദ്യം വല്ലാതെ കണ്ട് കുടിക്കണു. അതുകൊണ്ട് മനുഷ്യൻ മാത്രമേ രാവണനെ വധിക്കാൻ സാധിക്കുള്ളൂ, അന്നങ്ങ് മനുഷ്യാവതാരം സ്വീകരിക്കണം. ഇങ്ങനെ ദേവന്മാർ പറഞ്ഞു കേട്ടപ്പോൾ വിഷ്ണു ദശരഥ രാജാവിനെ നോക്കിയിട്ട് പറഞ്ഞു, ഞാനിതാ അങ്ങയെ അച്ഛനായിട്ട് കണക്കാക്കിയിരിക്കണു. അതിതേജസ്വിയായിട്ടുള്ള ഈ ശത്രുക്കളെ നശിപ്പിക്കുന്നതായിട്ടുള്ള ആ ദശരഥൻ പുത്രന്മാരില്ലാതെ കണ്ട് പുത്രകാമേഷ്ടി ചെയ്തു വരികയാണ്. അപ്പോൾ ആ തീരുമാനം വിഷ്ണു ഈ ഋഷിമാരുടെ സദസ്സിൽ വെച്ച് ദേവന്മാർ പൂജിച്ച ആ സമയത്ത് ബ്രഹ്മാവിനോട് ഇങ്ങനെ പറഞ്ഞിട്ട് അന്തർധാനം ചെയ്തു, ഞാൻ ഈ രാവണവധാർത്ഥം ഈ ദശരഥൻ്റെ പുത്രനായിട്ട് അവതരിച്ചോളാം. 4 തേജസ്സോട് കൂടിയിട്ട് 4 പുത്രന്മാരായിട്ട് വന്നോളാം എന്ന് പറഞ്ഞു. അപ്പം അതിനെ പറഞ്ഞുകൊണ്ട് മഹാവിഷ്ണു അവിടുന്ന് അന്തർധാനം ചെയ്തു. ഇങ്ങനെ അപ്പോൾ ആ യജ്ഞത്തിലെ ഈ ആഹവനിയാഗ്നിൽ നിന്ന് അതുലപ്രഭാവമായിട്ടുള്ള മഹാവീര്യം, മഹാബലം ഒക്കെ ഉള്ളതായിട്ടുള്ള ഒരു ദിവ്യ മഹാ അത്ഭുതം ഉയർന്നു വന്നു. കൃഷ്ണവർണ്ണം, കറുപ്പ് വർണ്ണം, ചെമ്പിച്ച വർണ്ണമുള്ള ഒരു ചുവപ്പ് പട്ടമൊക്കെ കൊടുത്തിട്ടുള്ള ഒരാൾ, ദുന്ദുഭി, പെരുമ്പറയുടെ നാദം, സിംഹത്തിൻ്റെ ദേഹത്തിലെന്ന പോലെ മിനുസമുള്ളതായിട്ടുള്ള താടി, മീശ, മറ്റേ തലയിലെ രോമം, ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ ശുഭലക്ഷണമുള്ള ദിവ്യാഭരണ വിഭൂഷിതമായിട്ടുള്ള അതുപോലെ ഒരു പർവ്വതത്തിൻ്റെ കൊടുമുടി എന്ന പോലെ നിൽക്കുന്നതായിട്ടുള്ള ഒരു ശാർദൂലം, ഒരു വ്യാഘ്രം പോലെ എത്രയാണ് ഈ ഉയർന്നു വന്നതായിട്ടുള്ള അഗ്നി ഹോമകുണ്ടത്തിൽ നിന്ന് ഉയർന്നു വന്നതായിട്ടുള്ള തേജസ്സിന് എന്തൊക്കെയാ രൂപം, എന്തൊക്കെയാ ഭാവം മുഴുവൻ കൃത്യമായിട്ട് പറയാൻ നിർത്തില്ല, എല്ലാം മാക്സിമം അങ്ങനെയാണ്. അങ്ങനെ അഗ്നിശിഖ പോലെ ജ്വലിക്കുന്നതായിട്ടുള്ള തിളങ്ങുന്നതായിട്ടുള്ള കണ്ണ്, അതേപോലെ വെള്ളമുടി, ദിവ്യ
ദിവ്യമായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള വസ്ത്രാഭരണ വിഭൂഷിതനായിട്ടുള്ള അദ്ദേഹം ഈ യജ്ഞപുരുഷനാണ് അത് സതെ ആ യജ്ഞപുരുഷൻ ഒരു സ്വർണ്ണപാത്രത്തിൽ ദിവ്യമായിട്ടുള്ള ഒരു പ്രസാദം പായസം അത് കൊടുത്തു, ഋഷ്യശൃംഗന് കൊടുത്തു. അത് ഋഷ്യശൃംഗൻ അത് ഈ ദശരഥ മഹാരാജാവിന് കൊടുത്തു. ദശരഥ മഹാരാജാവ് അത് വളരെയധികം ഇഷ്ടത്തോടു കൂടിയിട്ട് സ്വീകരിച്ചു. അപ്പോൾ ദശരഥ മഹാരാജാവിനെ നോക്കിക്കൊണ്ട് ഈ യജ്ഞപുരുഷൻ പറഞ്ഞു, അല്ലയോ രാജാവേ, എന്നെ പ്രജാപതിയുടെ ആളായിട്ട് അറിഞ്ഞാലും. രാജാവ് കൂപ്പുകൈകളോട് കൂടിയിട്ട്, ഭഗവാനെ, അങ്ങേക്ക് നമസ്കാരം, സ്വാഗതം, ഞാൻ എന്താണ് അങ്ങേക്ക് ചെയ്തു തരേണ്ടത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ പ്രജാപതിയുടെ പുരുഷൻ പറഞ്ഞു, രാജാവേ, ദേവാർച്ചനയുടെ ഫലമായിട്ടാണ് അങ്ങേക്ക് ഈ പായസം കിട്ടിയിരിക്കുന്നത്. നൃപന്മാരിൽ പുലിയായിട്ടുള്ള രാജാക്കന്മാരിൽ പുലിയാണ് ദശരഥൻ. അങ്ങനെയുള്ള അങ്ങ് ദേവനിർമ്മിതമായിട്ടുള്ള ഈ പായസം സ്വീകരിക്കണം. ഇത് പുത്രനെ ഉണ്ടാക്കി തരുന്നതാണ്, വളരെ ധന്യമാണ്, ആരോഗ്യവർദ്ധകമാണ്, ഇത് ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർദ്ദേശിച്ചുകൊണ്ട് ആ യജ്ഞപുരുഷൻ ഇത് ഭാര്യമാർക്ക് കൊടുക്കൂ എന്ന് പ്രകാരം ഉപദേശിച്ചു. അവരിലൂടെ അങ്ങേക്ക് പുത്രന്മാരുണ്ടാകും. അതിനു വേണ്ടിയാണല്ലോ പുത്രകാമേഷ്ടിയുടെ ഈ ഋഷ്യശൃംഗൻ ചെയ്തത്. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദേവാന്ന സമ്പൂർണമായിട്ടുള്ള സ്വർണ്ണപാത്രം, ഈ പായസം പാത്രം അദ്ദേഹം സ്വീകരിച്ചു. അത്യത്ഭുതം എന്നേ പറയാനുള്ളൂ. ആ പ്രിയദർശനായിട്ടുള്ള ആ ഭൂതത്തെ അഭിവാദം ചെയ്തുകൊണ്ട് പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് ദേവനിർമ്മിതമായിട്ടുള്ള ആ പായസം സ്വീകരിച്ചുകൊണ്ട് ഈ നിസ്വന് വിത്തം കിട്ടിയതുപോലെ ദശരഥൻ, അതായത് അവിടെ ഒന്നുമില്ലാത്ത ഒരാൾക്ക് ധാരാളം നിധി കിട്ടുക എന്താ ഉണ്ടാവുക, അതേപോലെ ഈ പുത്രന്മാരില്ലാത്ത ദശരഥന് പുത്രനെ ഉണ്ടാകാൻ വേണ്ടി യജ്ഞം ചെയ്തപ്പോൾ ഈ യാഗഫലമായിട്ട് പ്രസാദമായിട്ട് യജ്ഞപുരുഷൻ പായസമാണ് ഒരു സ്വർണ്ണപാത്രത്തിൽ കൊടുത്തത്. അത് സ്വീകരിച്ചുകൊണ്ട് സന്തോഷിച്ചു. ആ സന്തോഷം ഈ അത്ഭുതാകാരനായിട്ടുള്ള പരമ കൂടുതൽ പ്രകാശം എന്ന് സാരം, ഭാസ്വസ്വരൂപൻ, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭൂതം തൻ്റെ കൃത്യം നിറവേറ്റിയിട്ട് അവിടെ നിന്ന് തന്നെ അഗ്നിയിലേക്ക് തന്നെ മറഞ്ഞു. അപ്പോൾ എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് അവിടെ നമസ്കരിച്ചു, ഈ യജ്ഞപുരുഷനെ സ്തുതിച്ചു. പിന്നെ അന്തപുരത്തിലേക്ക് ദശരഥൻ ഈ യജ്ഞപായസം പാത്രം കൊണ്ട് പ്രസാദം കൊണ്ട് ചെല്ലുകയാണ്. അപ്പോൾ ശരത്കാല പൂർണ്ണചന്ദ്രൻ ആകാശത്ത് വന്ന പോലെ ദശരഥനെ കാണപ്പെട്ടു എന്നാണ്. ഇത് കാവ്യമാണ്. അപ്പോൾ ധാരാളം ഇതുപോലെയുള്ള വിശദീകരണങ്ങളൊക്കെ കാണും. അന്തപുരത്തിൽ പ്രവേശിച്ച ഉടനെ കൗസല്യയോട് പറഞ്ഞു, ഈ പായസം സ്വീകരിക്കൂ, നിനക്ക് പുത്രനെ ഭഗവാൻ തരും. അതേപോലെ രാജാവ് പായസത്തിൻ്റെ പാത്രം കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പകുതി കൗസല്യയ്ക്ക് കൊടുത്തു, പിന്നെ അതിൻ്റെ പകുതി സുമിത്രയ്ക്ക് കൊടുത്തു. അതിൻ്റെ അവശിഷ്ടത്തിൽ 1/4 പകുതി മറ്റേ പുത്രലബ്ധിക്കായിട്ട് കൈകേയിക്ക് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ പായസത്തിൻ്റെ ബാക്കി ഭാഗം 8/1 ആലോചിച്ചതിന് ശേഷം വീണ്ടും സുമിത്രയ്ക്ക് തന്നെ കൊടുത്ത് രാജാവ് പത്നിമാരെ സന്തോഷിപ്പിച്ചു എന്ന് പറയുകയാണ്. അതായത് പായസം കൗസല്യയ്ക്ക് കൊടുത്തു, കൗസല്യ അത് പകുതി എടുത്തുകൊണ്ട് ഈ കൈകേയിക്ക് കൊടുത്തു. അപ്പോൾ 2 പേരും അവരവരുടെ കിട്ടിയതായിട്ടുള്ള ഈ ഭാഗം അതിൻ്റെ പകുതി സുമിത്രയ്ക്ക് കൊടുത്തു. അപ്പോൾ 8/1 എന്ന് പറയുന്നുണ്ട്, അത് 4/1 പറയാറുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. അപ്പോൾ രാജാവും ആഹരിച്ചിട്ടുണ്ട്, പത്നിമാരും ആഹരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു വിധി പറയുന്നത് ചർച്ചയിൽ വന്നതാണ്. അതായത് നേർപകുതി രാജാവ് കഴിച്ചു. ഇതെതിരുള്ളതല്ല കേട്ടോ, രാജാവ് കഴിച്ചു. അതിൻ്റെ പകുതി 4 അതെങ്ങനെയാണ് 4 വെച്ചാൽ ഈ ഒരു ഭാഗം കൗസല്യ കഴിച്ചു, ഒരു ഭാഗം കൈകേയി കഴിച്ചു, 2 ഭാഗം സുമിത്ര കഴിച്ചു. പായസത്തിൻ്റെ നേർപകുതി രാജാവിനും നേർപകുതി പത്നിക്കും. പത്നിമാർ 3 ആളുണ്ടായത് കൊണ്ട് ഈ പത്നിക്ക് കിട്ടിയത് അത് 4 എന്നാണ്. 4 ഭാഗത്തിൽ 1 ഭാഗം കൗസല്യ കഴിച്ചു, 1 ഭാഗം കൈകേയി കഴിച്ചു, 2 ഭാഗം സുമിത്ര കഴിച്ചു എന്നാണ്. അപ്പോൾ കൗസല്യക്കാണ് കിട്ടിയത്. കൗസല്യക്ക് കിട്ടിയതിൻ്റെ നേർപകുതി കൈകേയിക്ക് കൊടുത്തു.
രണ്ടുപേരും അവർക്ക് കിട്ടിയതിൻ്റെ നേർപകുതി സുമിത്രയ്ക്ക് കൊടുത്തു. ഇതാണ് കണക്ക്. അപ്പം അത് അപ്രകാരത്തിലൊക്കെയാണ്. അത് രാജാവ് കൊടുത്തു എന്നുള്ള രീതിയിലാണ് ഇവിടെ സംഭവിച്ചത്. അതാണ് 8-1 കൈകേയിക്ക് കൊടുത്തു എന്നെല്ലാം പറയാനുള്ള കാരണം അങ്ങനെയാണ്. 8-1 ഈ കൗസല്യക്ക് കൊടുത്തു, 8-2 ഈ സുമിത്രയ്ക്ക് കൊടുത്തു എന്നെല്ലാം പറയാനുള്ള കാരണം. അവരെല്ലാവരും പായസം സ്വീകരിച്ചു, അത് കഴിച്ചു. സന്തോഷത്തോട് കൂടിയിട്ട് ഈ രാജാവിനെ മാനിച്ചു, ഈശ്വരനെ മാനിച്ചു. ഇങ്ങനെ രാജാവിൻ്റെ പത്നിമാരായിട്ടുള്ള ആ ഉത്തമ സ്ത്രീകൾക്ക് ഓരോരുത്തർക്കും പായസം ഭക്ഷിച്ചിട്ട് വളരെ വേഗം തന്നെ അഗ്നിയോടും ആദിത്യനോടും തുല്യമായിട്ടുള്ള തേജസ് ഉള്ളതായിട്ടുള്ള ഗർഭത്തെ അവർ സ്വീകരിച്ചു. ഗർഭവതികളായിട്ടുള്ള അവർ ഈ രാജ്ഞിമാരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും മനസ്സിലെ ആഗ്രഹം സാധിച്ചതായിട്ട് ഈ സ്വർഗത്തിൽ ഇന്ദ്രനാലും സിദ്ധന്മാരാലും ദേവർഷിഗണന്മാരാലും വിഷ്ണു എന്ന പോലെ ഈ ദശരഥ രാജാവ് വളരെയധികം സന്തോഷിച്ചു എന്ന് പറയാണ്. ഇനി ആ പുത്രന്മാരുടെ ജനനത്തെക്കുറിച്ചൊക്കെയാണ് ഇനി പറയുന്നത്. അത് ക്രമേണയായിട്ട് നമുക്ക് പറയാം. അവിടെ 2 അധ്യായങ്ങളെ കൊണ്ടാണ് അവതാരാദികളെ പറയുന്നത്. ഇപ്പോൾ 16 സർഗങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തത്. 16ാമത്തെ സർഗം കൂടി നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി 17ാമത്തെ സർഗമാണ്. അത് അടുത്ത ഭാഗമായിട്ട് നമുക്ക് പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വീണ്ടും വീണ്ടും പറയുകയാണ്. ഇത് മുഴുവൻ കേൾക്കണം, എല്ലാവർക്കും ഷെയർ ചെയ്യണം. രാമായണം അറിയാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ മുഴുവനായിട്ട് ഇതേപോലെ അങ്ങനെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവില്ല. അത് കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക. അതിൻ്റെ സമയം ഇതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കേണ്ട. ഇതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് കേൾക്കണം വെച്ചാൽ ആവർത്തിച്ച് കേൾക്കാമല്ലോ, യൂട്യൂബിലല്ലേ, പ്രയാസമില്ല. അപ്പോൾ എഴുതി വയ്ക്കണം, എഴുതി വയ്ക്കാൻ എന്ത് വേണമെന്ന് ചെയ്യാം. അത് ശ്രവിക്കാൻ വേണ്ടിയിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. ശ്രീ ഗുരുവായൂരപ്പ ശ്രീ സീതാരാമേന്ദ്രാഭ്യാം നമോ നമ.